പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കച്ചത്തീവ് പരാമർശത്തിൽ ശ്രീലങ്കയിലും പ്രതിഷേധം. കച്ചത്തീവ് തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്ന ശ്രീലങ്ക ഇന്ത്യയുടെ ശത്രുരാജ്യങ്ങളെ കൂട്ടുപിടിച്ച് പ്രതികരിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. വിഷയത്തിൽ ഇന്ത്യക്കെതിരെ വിമർശനവുമായി ശ്രീലങ്കയിലെ പ്രമുഖ മാധ്യമങ്ങളും രംഗത്തെത്തി. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായ ഇത്തരം നീക്കങ്ങൾ തുടർന്നാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സഹായം സ്വീകരിക്കേണ്ടി വരുമെന്നാണ് ശ്രീലങ്കയിലെ പ്രമുഖ മാധ്യമമായ ഡെയിലി ഫിനാൻഷ്യൽ ടൈംസ് മുഖപത്രത്തിൽ പറയുന്നത്. അടുത്തുള്ള ഒരു ശത്രുവിനേക്കാൾ സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതാവും നല്ലതെന്ന് ഡെയിലി ഫിനാൻഷ്യൽ ടൈംസ് മുന്നറിയിപ്പ് നൽകി. കച്ചത്തീവിനെ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് സമ്മാനിച്ചതാണെന്ന ഇന്ത്യയുടെ വാദം മുഖപ്രസംഗം തള്ളിക്കളയുന്നു. മാത്രമല്ല, കച്ചത്തീവ് ശ്രീലങ്കയുടെ ഭാഗമായിരുന്നില്ലെന്ന് ഇന്ത്യക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ലെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. ഡെയിലി മിറർ എന്ന മാധ്യമവും മോദിയെ വിമർശിച്ച് രംഗത്തെത്തി. ദീർഘവർഷം ഉറങ്ങിയതിനു ശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് മോദി അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണെന്ന് ഡെയിലി മിറർ കുറ്റപ്പെടുത്തി. കച്ചത്തീവ് വീണ്ടും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് വിഷയമെന്ന തലക്കെട്ടോടെയാണ് മറ്റൊരു പ്രമുഖ മാധ്യമം മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചത്. കച്ചത്തീവിനെ ആയുധമാക്കി തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതിനെതിരെ മുന്നറിയിപ്പുമായി മുൻ വിദേശകാര്യ സെക്രട്ടറിമാർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ കച്ചത്തീവ് ദ്വീപ് വിഷയം ഉന്നയിക്കുന്നത് ബൂമറാങ് പോലെ ഇന്ത്യയെ തിരിച്ചടിക്കുമെന്നാണ് അവർ മുന്നറിയിപ്പ് നൽകിയത്. കച്ചത്തീവ് രാഷ്ട്രീയ വിഷയമാക്കിയാൽ സെൽഫ് ഗോളാകുമെന്ന് ശിവശങ്കർ മേനോനും ശ്രീലങ്കയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ ബാധിക്കുമെന്ന് നിരുപമ റാവുവും ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്രത്തിൽ സർക്കാരുകൾ മാറുന്നതിനനുസരിച്ച് നിലപാടുകളിൽ മാറ്റം വരുത്തുന്നത് നല്ലതല്ലെന്ന് മുൻ ഹൈക്കമ്മീഷണർ അശോക് കാന്തെ അഭിപ്രായപ്പെട്ടു. കേന്ദ്രത്തിന്റെ നീക്കം രാജ്യത്തിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന നടപടിയാണെന്നും അവർ വ്യക്തമാക്കി. കച്ചത്തീവ് വിഷയത്തിൽ കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവന നടത്തിയത്. 115 ഹെക്ടർ വിസ്തീർണമുള്ള കച്ചത്തീവ് ദ്വീപ് കോൺഗ്രസ് ശ്രീലങ്കയ്ക്ക് നിസ്സാരമായി കൈവിട്ടുകൊടുത്തതിനെക്കുറിച്ച് പുതിയ വിവരങ്ങൾ ലഭിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നാൽ മോദിയുടെ നീക്കത്തിനെതിരെ രാഷ്ട്രീയ നേതാക്കൾ വിമർശനമായി മുന്നോട്ട് വന്നു. കോൺഗ്രസ് DMK സഖ്യത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിന്റെ ഭാഗമായാണ് കച്ചത്തീവ് വിഷയം മോദി പ്രചരണ ആയുധമാക്കിയതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടി. 1974 കച്ചത്തീവ് ദ്വീപിൽ ശ്രീലങ്കയുടെ അവകാശം അംഗീകരിക്കാൻ പോകുന്നതായി തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന M കരുണാനിധിയെ വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചെന്ന റിപ്പോർട്ടാണ് നരേന്ദ്രമോദിയും BJPയും അവരുടെ പ്രചാരണത്തിൽ ഉന്നയിച്ചത്. അതേസമയം കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് കൈമാറിയതായി പറയാനാകില്ലെന്ന് 2015 വിദേശകാര്യ സെക്രട്ടറി ആയിരിക്കെ നിലവിലെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ നൽകിയ മറുപടി കോൺഗ്രസ് BJPക്കെതിരെ ആയുധമാക്കുകയും ചെയ്യുന്നു. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ പ്രതികരണവുമായി ശ്രീലങ്കയും എത്തിയിരിക്കുന്നത്.